ഇതാ ഈ മിനിറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. വഖഫ് നിയമം പ്രാബല്യത്തിൽ വന്നു. ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. ബില്ല് പാസാക്കി 2 ദിവസത്തിനകം രാഷ്ട്രപതിയുടെ അംഗീകാരം നേടിയിരുന്നു. ഇപ്പോൾ വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് നമ്മളോടൊപ്പം ചേരുകയാണ് ദില്ലിയിൽ നിന്നും. തീർച്ചയായും അബ്ദുൾ റഷീദ്, വലിയ പ്രതിഷേധം രാജ്യവ്യാപകമായി ഉയരുന്ന സാഹചര്യമുണ്ട്. സുപ്രീം കോടതിയിലേക്ക് ഹർജികൾ എത്തി നിൽക്കുകയും ഹർജികൾ പരിഗണിക്കാനുള്ള ദിവസം സുപ്രീം കോടതി ലിസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കൂടിയാണ് നിയമം പ്രാബല്യത്തിൽ വരികയും കേന്ദ്രം നോട്ടിഫിക്കേഷൻ ഇറക്കുകയും ചെയ്യുന്നത്. വിശദമായ വിവരങ്ങൾ എങ്ങനെ? സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരു സഭകളിലും വലിയ പ്രതിഷേധങ്ങൾക്കിടയിലാണ് രാജ്യസഭയിലും ലോക്സഭയിലും ഈ ബില്ല് അനായാസം മുന്നോട്ട് കൊണ്ടുപോയത് കേന്ദ്ര സർക്കാർ. എന്തായാലും ഇതിന് പിന്നാലെ കഴിഞ്ഞ ശനിയാഴ്ച ഇത്തരത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് അംഗീകാരം നേടിയെടുക്കാനും കേന്ദ്ര സർക്കാരിന് ആയിട്ടുണ്ട്. എന്നാലും നിലവിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ തിടുക്കത്തിൽ കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് ഇന്ന് മുതൽ വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം രാജ്യമെമ്പാടും വിവിധ സംസ്ഥാനങ്ങളിൽ വഖഫ് നിയമത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം ബില്ലുമായി ബന്ധപ്പെട്ട ഹർജികളൊക്കെ തന്നെയും സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഉണ്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമാണ്. എന്തായാലും നിരവധി 16-ലധികം ഹർജികളാണ് ഈ നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത്. ഇത് 16-ാം തീയതി ഹർജികളൊക്കെ തന്നെയും പരിഗണിക്കുമെന്ന് അല്പസമയം മുമ്പ് സുപ്രീം കോടതി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ തിടുക്കപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലൊരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിനെ നിയമപരമായി നേരിടാൻ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഇതിനോടകം തന്നെ തീരുമാനമെടുത്തിട്ടുണ്ട്. അതേസമയം മുസ്ലിം വ്യക്തി നിയമ ബോർഡും അതോടൊപ്പം NDA ഘടകകക്ഷിയായിട്ടുള്ള RJDയും JDയും അടക്കമൊക്കെ തന്നെയും ഇതിനെതിരെ പ്രതിഷേധം ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ബീഹാറിലടക്കം ഇത്തരത്തിൽ വലിയ പ്രതിഷേധം ഉയർന്ന ഒരു സാഹചര്യമുണ്ട്. മണിപ്പൂരിലും അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ വലിയ പ്രതിഷേധം നടക്കുകയും ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിൽ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും വലിയ പ്രതിഷേധം ഉയർത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ്. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധവും വിവിധ സംസ്ഥാനങ്ങളിൽ ഉയരുന്ന പ്രതിഷേധം ഇതിനോടൊക്കെ ഒപ്പം തന്നെ കുറച്ചു നാളുകൾക്ക് മുൻപ് നമുക്ക് ഓർമ്മയുണ്ടാകുമല്ലോ, കർഷക സമരവും കർഷക ബില്ല് ഈ നിലയിൽ തന്നെ കേന്ദ്ര സർക്കാർ പാസ്സാക്കുകയും പിന്നീട് വലിയ പ്രതിഷേധം ഉടലെടുക്കുന്ന സാഹചര്യത്തിൽ ആ ബില്ല് തന്നെ പിൻവലിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഓർമ്മ കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഉണ്ടാകും. അപ്പോൾ അന്നുണ്ടായ അനുഭവം മുൻനിർത്തിയായിരിക്കണമല്ലേ ഇത്തരത്തിൽ തിടുക്കപ്പെട്ട പാർലമെന്റ് പാസ്സാക്കുന്നു, തൊട്ടടുത്ത ദിവസങ്ങളിൽ രാഷ്ട്രപതിയുടെ അംഗീകാരം, ഇപ്പോൾ ഇതാ നിയമമായി വന്നു എന്നുള്ള നോട്ടിഫിക്കേഷനും. അപ്പോൾ പ്രതിഷേധങ്ങളെ ഭയന്ന് ബില്ലിൽ നിന്നും നിയമത്തിൽ നിന്നും പിന്നോട്ട് പോകേണ്ടി വരുമോ എന്നുള്ള ഭയം കേന്ദ്രത്തിന് മുന്നിൽ ഉണ്ട് ഇതിനോടകം തന്നെ എന്നുള്ളത് കൂടി കാണണ്ടേ? പ്രത്യേകിച്ചും സുപ്രീം കോടതിയിൽ ഒരു കൂട്ടം ഹർജികൾ വരിക കൂടി ചെയ്ത സാഹചര്യത്തിൽ. അസിത, അങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം BJP സർക്കാർ ഭരണത്തിൽ ഏറിയതിന് പിന്നാലെ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ ബില്ലുകളും നിയമങ്ങളും ഇത്തരത്തിൽ അർദ്ധരാത്രിയിലും അതോടൊപ്പം ഈ പ്രതിപക്ഷ MPമാരെയൊക്കെ തന്നെ സസ്പെൻഡ് ചെയ്തുകൊണ്ടും ബില്ല് പാസ്സാക്കി എടുക്കുക ചെയ്യുന്ന ഒരു നിലപാടാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിലൊരു നിലപാട് തന്നെയാണ് ഈ വഖഫ് നിയമത്തിലും കൊണ്ടുവന്നിട്ടുള്ളത്. പ്രത്യേകിച്ചും നേരത്തെ അസിത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കാർഷിക ബില്ലുമായി ബന്ധപ്പെട്ട ഈ കോടതി പരിഗണിക്കുന്നതിനിടയിൽ തന്നെ ഇത്തരത്തിൽ വലിയ പ്രതിഷേധം ഉയരുന്ന സാഹചര്യം രാജ്യമെമ്പാടും ഉണ്ടായിരുന്നു. പിന്നാലെ കോടതി അത് പിൻവലിക്കുകയും ചെയ്തു. അതേസമയം ഇത്തരത്തിലൊരു നീക്കം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയതിന് പിന്നാലെ തന്നെയാണ് തിടുക്കത്തിൽ ഇത്തരത്തിൽ ഈ വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത്. ഈ വിജ്ഞാപനത്തിൽ പറയുന്നത് ഇന്ന് മുതൽ തന്നെയാണ് ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നത് എന്നാണ്. ഇതിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇത്തരം ഈ കൂടുതൽ ഹർജികൾ ഇനിയും വരുന്ന ദിവസങ്ങളിലും ഇത്തരത്തിൽ സുപ്രീം കോടതിയിൽ എത്തുമെന്ന് കേന്ദ്ര സർക്കാർ ഭയപ്പെടുന്നു. അതോടൊപ്പം ഈ വിവിധ സംസ്ഥാനങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ തന്നെയും കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടിയാകുമെന്ന ഒരു ബോധം ഉണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കണം. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടി തന്നെയാണ് ഇത്തരത്തിൽ തിടുക്കപ്പെട്ടുകൊണ്ട് ഈ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതോടൊപ്പം ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ഇതിന്റെയും ഒരു പശ്ചാത്തലം കണക്കാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കണം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലൊരു നീക്കം ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും വലിയ പ്രതിഷേധങ്ങൾക്കിടയിലാണ് ഈ ബില്ല് പാസ്സാക്കിയെടുക്കുകയും പിന്നീട് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒപ്പുവെക്കുകയും ചെയ്തത്. ഇതിന് പിന്നാലെ 2 ദിവസത്തിനകം തന്നെ സുപ്രീം കോടതിയിൽ നിരവധി ഹർജികൾ എത്തുകയും ചെയ്തു. ഈ ഹർജികളൊക്കെ തന്നെ പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി അറിയിക്കുകയും ചെയ്ത നിമിഷത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ ഇത്തരത്തിൽ മണിക്കൂറുകൾക്ക് പിന്നാലെയാണ് ഇത്തരത്തിൽ തിടുക്കപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. അസിത. ശരി അബ്ദുൾ റഷീദ്.
റഷീദാണ് വിവരങ്ങൾ നൽകിയത്. സിന്ദൂരി, പ്രതിഷേധത്തിനിട നൽകുന്ന പ്രാഥമികമായി തന്നെ കോടതിയിൽ നിലനിൽക്കാത്ത ഒരുപാട് വാദങ്ങൾ അല്ലെങ്കിൽ ആ നിലയിലുള്ള ഒരുപാട് ഇടപെടലുകൾ ഈ ബില്ലിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരം കാര്യങ്ങൾ ഉയർത്തി തന്നെയാണ് വിവിധ സംഘടനകളും പ്രതിപക്ഷവും വിവിധ രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഹർജികളെല്ലാം സുപ്രീം കോടതി അതിവേഗം പരിഗണിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അതിനു വേണ്ടി കാത്തു നിൽക്കുക പോലും ചെയ്യാതെ എത്രയും പെട്ടെന്ന് ഈ നിയമം പ്രാബല്യത്തിൽ വരുത്തുവാനുള്ള തിടുക്കപ്പെട്ട ഒരു നടപടിയിലേക്ക് ഇപ്പോൾ കേന്ദ്രം കടന്നിരിക്കുന്നത്. ഇന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് സുപ്രീം കോടതി ആ ഹർജികൾ. അതുകൊണ്ട് തന്നെയാകണം ഈ തിടുക്കം എന്നുള്ളതാണ്. അതെ, ഇതിന്റെ എല്ലാ ഘട്ടങ്ങളിലും നമ്മളത് കണ്ടതാണ്. JPCയുടെ മുന്നിലേക്ക് ഈ വിഷയങ്ങൾ വരുമ്പോൾ പ്രതിപക്ഷം പരിഗണിക്കണമെന്ന് പറഞ്ഞ് JPCക്ക് മുൻപാകെ വെച്ചിട്ടുള്ള ഒരു നിർദ്ദേശം പോലും, ഒരു ഭേദഗതി പോലും ഉൾപ്പെടുത്താൻ തയ്യാറായിരുന്നില്ല. അതേസമയം ഭരണപക്ഷത്തിന്റെ ഭേദഗതി നിർദ്ദേശങ്ങളൊക്കെയും ആ കാലയളവിൽ JPCയുടെ പരിഗണനയ്ക്ക് വരുന്നത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം പാർലമെന്റിൽ ഇരു സഭകളിലും ഭൂരിപക്ഷം ഉപയോഗിച്ച കേന്ദ്ര സർക്കാർ പ്രതിഷേധത്തെ അടിച്ചമർത്തി തന്നെ ബിൽ പാസാക്കുന്നു. 2 ദിവസത്തിനകം രാഷ്ട്രപതി ഒപ്പിടുന്നു. ഇപ്പോഴിതാ ഈ ഹർജികൾ സുപ്രീം കോടതി ലിസ്റ്റ് ചെയ്യുന്ന ദിവസം തീരുമാനിച്ച മണിക്കൂറുകളിൽ തന്നെ ബില്ല് നിയമമായി പ്രാബല്യത്തിൽ വരികയും ചെയ്യുകയാണ്. അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പ്രതിഷേധങ്ങൾ തുടരുന്നു രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ എന്നുള്ളതാണ്.